ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് വെച്ചിട്ട് ഒരു ക്ലോസറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാത്റൂം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്ലോർ ലെവലാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫ്ലോർ ലെവൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ബാത്റൂമിൻ്റെ ടൈൽ ഫിനിഷിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഈ റൂമിൻ്റെ ഉണ്ടാവും, റൂമിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബെൽറ്റ് വരുന്നത്. ഈ ബെൽറ്റിൻ്റെ ലെവലായിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. അതാണ് ഇവിടെ കറക്റ്റ് സ്പിരിറ്റ് ലെവലിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ ബെൽറ്റിൻ്റെ ലെവൽ, അതായത് കോൺക്രീറ്റിൻ്റെ ലെവലായിരിക്കും നമ്മുടെ ഈ പറയുന്ന ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. അതിൽ നിന്നും നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഉണ്ട്. ആ മെഷർമെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ക്ലോസറ്റ് ഒന്നല്ലെങ്കിൽ പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ താഴെ അടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും മിനിമം വെക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഈ കാണുന്ന ബോൾട്ട് സെറ്റ് കണ്ടോ, ആ ബോൾട്ട് കറക്റ്റായിട്ട് വരേണ്ടത് 14 ഇഞ്ചാണ് നമുക്ക് വെക്കേണ്ടത്. അതായത് നമുക്ക് ആ ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് നമുക്ക് വെക്കേണ്ടത് 14 ഇഞ്ചാണ് ബോൾട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രെയിം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രെയിം ഏകദേശം ഒരു 5.5 സെൻറ്റിമീറ്റർ വ്യത്യാസം വരുന്നുണ്ട്. കാരണം അതായത് ബോൾട്ടിൽ നിന്നും അതിൻ്റെ ഫ്രെയിം വരുന്നുണ്ടല്ലോ, ആ താഴെ കാണുന്ന ഫ്രെയിം, അപ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രെയിം വരയ്ക്കേണ്ടത് നമുക്ക് 13.5 ഇഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. 13.5 ഇഞ്ചിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ബോൾട്ട് സെറ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഫ്ലോർ ലെവലിൽ നിന്നും കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണ് ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമുക്ക് 13.5 ഇഞ്ചിൽ അതിൻ്റെ ബേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക. ബേസ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 14 ഇഞ്ച് നമുക്ക് ക്ലോസറ്റ് കിട്ടും. അപ്പോൾ ക്ലോസറ്റിൽ നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് ഹൈറ്റ് കൂടി മാത്രമേ നമുക്ക് ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ടോപ്പ് ഉണ്ടാവുള്ളൂ, സീറ്റ് കവർ എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഒരു സാധാ ലെവലിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് ഒരു 16 ഇഞ്ചാണ് നമുക്ക് വരേണ്ടത്. 16 ഇഞ്ചിന് താഴേക്ക് പാടില്ല. 16 ഇഞ്ചിന് മുകളിലേക്ക് ഒരു 18 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലോസറ്റിൻ്റെ ഹൈറ്റ് മാറ്റി കൊടുക്കാം. അത്യാവശ്യം ഹൈറ്റുള്ള ആളുകളാണെങ്കിൽ നമുക്കൊരു 18 ഇഞ്ച് വരെ മാക്സിമം കൊടുക്കാം. ഇനി അതല്ല, നമുക്കൊരു നോർമൽ ലെവലുള്ള ഹൈറ്റുള്ള ആളുകളാണെങ്കിൽ 16 ഇഞ്ച് മതിയാവും. അപ്പോൾ നമ്മുടെ സീറ്റ് കവർ എല്ലാം ഉൾപ്പെടെ 16 ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, അതായത് ക്ലോസറ്റിൻ്റെ ടോപ്പ് പോഷൻ നമുക്ക് 16 ഇഞ്ച് കിട്ടണം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൈഡുകളിൽ കണ്ടോ, അതിൻ്റെ കൺസീൽഡ് ചെയ്യുന്ന ഫ്ലഷ് വാൽവ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ജബ്രിറ്റിൻ്റെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മോഡൽ വരുന്നത്. അത് കൺസീൽഡ് ഫ്ലഷും അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് ഇത് വെച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രൊജക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ബെൽറ്റ് മൊത്തം കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രോങ്ങിനെ ബാധിക്കും. കണ്ടോ, ആ താഴെ കാണുന്ന 4 ഇഞ്ച് കണ്ടോ, ആ 4 ഇഞ്ച് നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫ്ലഷ് ഭിത്തിയുടെ അകത്തേക്ക് വെക്കുന്നത്. ഈ പൈപ്പ് കംപ്ലീറ്റ് ഭിത്തിയുടെ അകത്തേക്ക് കയറുമ്പോൾ ആ പോകുന്ന ഔട്ട് 4 ഇഞ്ച് പൈപ്പ് മൊത്തം നമ്മൾ കൺസീൽ ചെയ്യണം. അത് വീടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും. നമ്മൾ ബെൽറ്റ് മൊത്തം കട്ട് ചെയ്ത് കളയേണ്ടി വരും. കട്ട് ചെയ്ത് മാത്രം പോരാ, ബെൽറ്റിൻ്റെ അകത്ത് കിടക്കുന്ന സ്റ്റീലും കമ്പിയും കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വീടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും. നമ്മൾ പുറമേ നിന്ന് കാണില്ല, എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പുറമേ നിന്ന് കാണില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നല്ലത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഭിത്തിയിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 4 ഇഞ്ച് മാത്രമേ അതിൻ്റെ പ്രൊജക്ഷൻ വരുന്നുള്ളൂ. നീറ്റായിട്ട് കാര്യങ്ങളെല്ലാം ഒക്കെ ആക്കും. വീടിന് യാതൊരു സേഫ്റ്റി കാര്യങ്ങളും ഒരു കുറവോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മാക്സിമം ആളുകൾക്ക് ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.